അധികാരത്തിലെത്തിയാൽ പശ്ചിമ ബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് BJP പ്രകടന പത്രിക. സ്ത്രീകളെയും യുവജനങ്ങളെയും കർഷകരെയും ലക്ഷ്യമിട്ടാണ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റം തടയുമെന്നും അനധികൃത താമസക്കാരെ നാടുകടത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. BJPയുടെ പ്രഖ്യാപിത നയമാണ് ബംഗാളിലെ സങ്കല്പ് പത്രയിലുള്ളത്. 7 സുപ്രധാന വാഗ്ദാനങ്ങൾ. അധികാരത്തിലെത്തിയാൽ 6 മാസത്തിനകം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നാണ് ഒന്നാമത്തേത്. ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റം തടയുമെന്നും അനധികൃത താമസക്കാരെ നാട് കടത്തുമെന്നും പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പശുക്കടത്തിനെതിരെ കർശന നിയമം കൊണ്ടുവരുമെന്നും അമിത്ഷാ പറഞ്ഞു. അധികാരത്തിലേറി 45 ദിവസത്തിനകം 7ാം ശമ്പള കമ്മീഷൻ കൊണ്ടുവരുമെന്നും DA കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. भारतीय जनता पार्टी शासित कई राज्यों ने कॉमन सिविल कोड, यूनिफॉर्म सिविल कोड लागू किया है. हम 6 माह के अंदर ही बंगाल के अंदर UCC को लागू कर सभी नागरिकों के लिए एक ही कानून बंगाल में हो वो सुनिश्चित करें. ദരിദ്രർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി, ഗൃഹനാഥമാർക്ക് പ്രതിമാസം 3000 രൂപയുടെ ധനസഹായം എന്നിവയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൊൽക്കത്തയിൽ 2ഇടത്ത് അമിത്ഷാ റാലി നടത്തി. അതേസമയം അസസുദ്ദീൻ ഒവൈസിയുടെ AIMIM ബംഗാളിൽ ഹുമയൂൺ കബീർ നേതൃത്വം നൽകുന്ന AJUP പാർട്ടിയുമുള്ള സഖ്യം ഉപേക്ഷിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.